തൊഴിലാളികൾക്ക് മിനിമം വേതനം നിശ്ചയിച്ചിട്ടുണ്ടെന്ന് തൊഴിൽ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി. പെട്രോൾ പമ്പ്, പാചകവാതക മേഖലയിൽ ജോലി ചെയ്യുന്ന തൊഴിലാളികൾക്ക് മിനിമം വേതനം, ESI തുടങ്ങിയ ആനുകൂല്യങ്ങൾ ഉറപ്പുവരുത്തണമെന്ന കെ വി സുമേഷ് MLAയുടെ സബ്മിഷന് സഭയിൽ മറുപടി നൽകുകയായിരുന്നു മന്ത്രി. പാചകവാതക വിതരണ മേഖലയിലെ തൊഴിലാളികളുടെ മിനിമം വേതനം അവസാനമായി പുനർനിർണയിച്ചത് 2021 ഫെബ്രുവരി 24 മിനിമം വേതന വിജ്ഞാപനത്തിലൂടെയാണ്. എന്നാൽ ഓൾ ഇന്ത്യ LPG ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ഫെഡറേഷൻ നൽകിയ ഹർജി പ്രകാരം മിനിമം വേതന വിജ്ഞാപനം ഹൈക്കോടതി സ്റ്റേ ചെയ്തു. ഇതിൽ സർക്കാർ എതിർ സത്യവാങ്മൂലം നൽകുകയും സ്റ്റേ നീക്കം ചെയ്യുന്നതിനുള്ള നടപടി സ്വീകരിക്കുവാൻ അഡ്വക്കേറ്റ് ജനറലിന് നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും മന്ത്രി അറിയിച്ചു. പാചകവാതക വിതരണ മേഖലയിലെ തൊഴിലാളികളുടെ പൊതുവായ തൊഴിൽ പ്രശ്നങ്ങളും മിനിമം വേതനം സംബന്ധിച്ച വിഷയങ്ങളും തൊഴിലുടമ, സർക്കാർ പ്രതിനിധികൾ ഉൾപ്പെടുന്ന ത്രികക്ഷി സമിതിയായ പാചകവാതക വിതരണ മേഖല വ്യവസായ ബന്ധ സമിതിയിൽ ചർച്ച ചെയ്യപ്പെടുന്നുണ്ടെന്ന് മന്ത്രി പറഞ്ഞു. പാചകവാതക വിതരണ മേഖലയിലെ തൊഴിലാളികളുടെ പൊതുവായ തൊഴിൽ പ്രശ്നങ്ങളും മിനിമം വേതനം സംബന്ധിച്ച വിഷയങ്ങളും തൊഴിലുടമ, സർക്കാർ പ്രതിനിധികൾ ഉൾപ്പെടുന്ന ത്രികക്ഷി സമിതിയെ പാചകവാതക വിതരണ മേഖലയിലെ വ്യവസായ ബന്ധ സമിതിയിൽ ചർച്ച ചെയ്യപ്പെടുന്നു. 2023 ജൂലൈ മാസം 22 സർക്കാർ ഉത്തരവ് പ്രകാരം പ്രസ്തുത വ്യവസായ ബന്ധ സമിതി പുനഃസംഘടിപ്പിച്ച് ഉത്തരവായിട്ടുണ്ട്. പാചകവാതക വിതരണ മേഖലയിലെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുന്നതിൽ പൂർണ്ണത വരണമെങ്കിൽ BPCL, IOCHP എന്നീ ഓയിൽ കമ്പനികളുടെ പ്രതിനിധികൾ കൂടി കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തേണ്ടത് അത്യന്താപേക്ഷിതമാണെന്ന് തൊഴിലാളി പ്രതിനിധികൾ നമ്മെ അറിയിച്ചിട്ടുണ്ട്. വ്യവസായ ബന്ധ സമിതിയിൽ ആവശ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ സമിതി ചെയർമാന്റെ ശുപാർശ പ്രകാരം പ്രസ്തുത ഉത്തരവിൽ ജനറൽ മാനേജർ തലത്തിലുള്ള ഓയിൽ കമ്പനി പ്രതിനിധികളെ കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പ്രസ്തുത കമ്മിറ്റിയുടെ യോഗത്തിൽ ഈ മേഖലയിലെ തൊഴിലാളികൾക്ക് മിനിമം വേതനം, സുരക്ഷാ ക്രമീകരണങ്ങൾ എന്നിവ സംബന്ധിച്ച നിർദ്ദേശം സമിതി ചെയർമാൻ നൽകിയിട്ടുണ്ട്. പ്രസ്തുത മേഖലയിലെ തൊഴിലാളികൾക്ക് മിനിമം വേതനം ലഭിക്കുന്നില്ലെങ്കിൽ ബന്ധപ്പെട്ട ജില്ലാ ലേബർ ഓഫീസർ എൻഫോഴ്സ്മെന്റിന് പരാതി നൽകി പരിഹാരം കാണാവുന്നതാണ്. പാചകവാതക വിതരണ മേഖലയിലെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുന്നതിന് BPCL, IOCHP കമ്പനി പ്രതിനിധികളെ കൂടി ഈ സമിതിയിൽ ഉൾപ്പെടുത്തണമെന്ന് തൊഴിലാളി പ്രതിനിധികൾ ആവശ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ സമിതി ചെയർമാന്റെ ശുപാർശ പ്രകാരം ജനറൽ മാനേജർ തലത്തിലുള്ള ഓയിൽ കമ്പനി പ്രതിനിധികളെ കൂടി ഉൾപ്പെടുത്തി. തൊഴിലാളികൾക്ക് മിനിമം വേതനം, സുരക്ഷാ ക്രമീകരണം എന്നിവ സംബന്ധിച്ച നിർദ്ദേശം സമിതി ചെയർമാൻ നൽകിയിട്ടുണ്ട്. തൊഴിലാളികൾക്ക് മിനിമം വേതനം ലഭിക്കുന്നില്ലെങ്കിൽ ബന്ധപ്പെട്ട ജില്ലാ ലേബർ ഓഫീസർക്ക് പരാതി നൽകി പരിഹാരം കാണാവുന്നതാണെന്നും മന്ത്രി വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക് ഗ്രാമിക ന്യൂസ്.